പദയാത്ര കോട്ടയത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മുല്ലൂരിൽ നിന്നും പത്മനാഭ പണിക്കരുടെ നേതൃത്വത്തിലൊരു തീർത്ഥാടക സംഘം ശിവഗിരിയിലെത്തിയിരുന്നു. കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട രണ്ടാമത് 1932 ഡിസംബർ മാസം 24-ാം തീയതി വല്ലഭശ്ശേരി ഗോവിന്ദപ്പണിക്കരും കിട്ടൺ റൈറ്ററും അതുപോലെ തന്നെ കുഞ്ചുവും ഗോപാലൻ തന്ത്രികളും ചേർന്നുള്ള 4 പേർ സംഘമാണ് യഥാർത്ഥത്തിൽ നീണ്ടുനിന്ന പദയാത്രയുമായി കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട് ജനുവരി 1-ന് ഇവിടെ എത്തിച്ചേരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നടക്കുന്ന ഈ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചോളം ഗുരു മുന്നോട്ട് വെച്ച 8 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ പ്രധാനമായും വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും ഉന്നതമായ ശുദ്ധീകരണം ഉണ്ടാവണം. ആ ശുദ്ധീകരണം പൊതുസമൂഹത്തെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതായിരിക്കണം എന്നതാണ് ആത്യന്തികമായി ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് മുന്നോട്ട് വെച്ച ആശയങ്ങൾ. ഈ ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചില ചരിത്ര സംഭവങ്ങളുടെ ശതാബ്ദി ആഘോഷങ്ങൾ അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ചട്ടമ്പി സ്വാമികളുടെയും അതുപോലെ തന്നെ കുമാരനാശാൻ്റെ 150-ാം ജന്മവാർഷികവും ഒപ്പം അദ്ദേഹത്തിൻ്റെ സമാധിയുമായി ബന്ധപ്പെട്ട 100-ാം വർഷത്തിലേക്കും എത്തുന്ന ഘട്ടം. മറ്റൊന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ 100-ാം വാർഷികം. ഏതാണ്ട് 2-3 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ആഘോഷങ്ങളുടെ സമാപ്തിയിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ വികാസ പ്രക്രിയയുടെ പോരാട്ട വേദികളിലെ ഏറ്റവും ജ്വലിക്കുന്ന അധ്യായമാണ് വൈക്കം സത്യാഗ്രഹം. ആ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് നയിക്കുന്നതിന് ശ്രീനാരായണ ഗുരുവിനെ വൈക്കം ക്ഷേത്ര നടയിൽ സവർണന്മാർ തടഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ആ പ്രശ്നം ടി കെ മാധവൻ്റെ മുമ്പിലെത്തുമ്പോൾ ടി കെ മാധവൻ യഥാർത്ഥത്തിൽ പ്രകോപിതനായി അദ്ദേഹമാണ് വൈക്കം സത്യാഗ്രഹത്തിന് മുൻകൈയെടുക്കുന്നത്. അതിൻ്റെയും 100-ാം വാർഷികം കടക്കുന്ന ഘട്ടമാണ്. ആ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ നാട്ടിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള ഉച്ചനീചത്വങ്ങളും അയിത്തങ്ങളും അനാചാരങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സഞ്ചാര സ്വാതന്ത്ര്യമില്ലായ്മയും ഉള്ള പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മഹാകവി കുമാരനാശാൻ അന്ന് എഴുതിയ പ്രധാനപ്പെട്ട 2 കാവ്യങ്ങളാണ്. ഒന്ന് ദുരവസ്ഥയും 2 ചണ്ടാലവേഷ്ടികയും. ദുരവസ്ഥ എഴുതുമ്പോൾ മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലായനം ചെയ്യപ്പെട്ട സാവിത്രി അന്തർജനത്തിന് യഥാർത്ഥത്തിൽ അഭയം കൊടുക്കാൻ ചാത്തൻ പോലെയൻ മുന്നോട്ട് വരികയും അവസാനം ചാത്തൻ പോലെയനെ സാവിത്രി അന്തർജനം വിവാഹം കഴിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കാണ് ദുരവസ്ഥ യഥാർത്ഥത്തിൽ ആശാൻ എഴുതിയത്. ആ കാലഘട്ടത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച രൂപത്തിൽ സാമൂഹ്യമായ ഒരു വിപ്ലവം തന്നെ ഉയർത്തുന്ന തൻ്റെ രചനാ വൈഭവങ്ങളായിരുന്നു ആശാൻ ആ കാലഘട്ടത്തിൽ ദുരവസ്ഥയിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനുശേഷമാണ് അതിൻ്റെ തുടർച്ചയായി ചണ്ടാലവീഷ്ടിക ഏതാണ്ട് 1922 ഡിസംബർ എത്തുമ്പോഴേക്ക് ചണ്ടാലവീഷ്ടിക എഴുതുന്നത്. ചണ്ടാലവീഷ്ടികയിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ ഗുരുവിനെ സ്വാധീനിച്ചതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പിന്നോക്കക്കാരിയായ ചാമർനായകൻ്റെ കിടാത്തിയായിട്ടുള്ള മാതങ്കി വെള്ളം കോരുന്ന സന്ദർഭത്തിലാണ് ആര്യവംശത്തിൽപ്പെട്ട ആനന്ദൻ വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭം ഉയർന്നു വരുന്നത്. ആ സമയത്ത് യഥാർത്ഥത്തിൽ വെള്ളം കൊടുക്കാൻ മടിക്കുന്ന ആ മാതങ്കിയോട് പേടിക്കേണ്ട, വെള്ളം തരൂ എന്ന് പറഞ്ഞ് യാചിച്ചു വാങ്ങിക്കുന്ന രംഗം വളരെ മനോഹരമായ ഒരു കാവ്യഭാവനയാണ്. അതിൻ്റെ ആ ഭാഗം ഏതാനും ഭാഗം ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോഴു തങ്ങൊരു പെൺകോടിയാം ചേറു ചെപ്പുകൂടാമൊന്നരയ്ക്കുമേലിൽ അഞ്ചിതമായി വള മിന്നുമീടങ്കര പിഞ്ചുലതാ കൊണ്ടു ചുറ്റിച്ചേർത്തും വീശും വലങ്കര വള്ളിയാൽ പാളയും പാശവും ലീലയാം തൂക്കിക്കൊണ്ടും ചെറ്റുകുനിഞ്ഞു വലഞ്ചാഞ്ഞ പൂമേനി ചുറ്റി മറച്ചു ചെൻകാന്തിരേടും ലോലപ്പൂമ്പാദസ്വരത്തിലേക്കിങ്ങിണി ജാലം കിലുങ്ങി മുഴങ്ങുമാറ് മന്ദമാടുത്തുള്ളൊരൂരിൽ നിന്നു മലർ വന്നണയും നീ വഴിക്കിണറ്റിൽ. അപ്പോ ജാതി ചോദിക്കുന്നില്ല എന്ന രൂപത്തിലേക്കുള്ള ആ 2-ാം ഭാഗം കടന്നു വരുന്നത് ദാഹിക്കുന്നു ഭഗിനി കൃപാരസാമോഹനം കുളിർ തണ്ണീരിതാശ്വനി ഓമലേ തരൂതല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ. അപ്പൊ തിരിച്ചു പറയാം, അല്ലല്ല കഥ ഇത് കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. കോപമേലരുതേ പാപമാമിവളൊരു ചണ്ടാലി,
ഗ്രാമത്തിൻ പുറത്തെങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ കിടാത്തി ഞാൻ. അപ്പോൾ പുറമ്പോക്കിൽ താമസിക്കുന്ന പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരനായ ചാമർനായകൻ്റെ കിടാത്തിയാണ് ഞാൻ. അപ്പോൾ തിരിച്ച് ആനന്ദൻ, ജാതി ചോദിക്കുന്നില്ല സോദരി, നിർനാവ് വരണ്ടകോ, ഭീതി വേണ്ട തരികനിക്കു നീ, എന്ത് ദാഹജലം. അപ്പോൾ ആ അഭ്യർത്ഥന ആനന്ദൻ്റെ വരുമ്പോഴാണ് ദാഹജലം ഒഴിച്ചു കൊടുക്കുന്നത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വിപ്ലവാത്മകമായ ഒരു രചനയാണ് കുമാരനാശാനിലൂടെ ചണ്ടാല വിഷ്ടിയിൽ കൂടി അവതരിപ്പിച്ച് ജാതിപരമായ വിവേചനത്തിനെതിരായി ഉച്ചനീചത്തിനെതിരായി അവതരിപ്പിച്ചത്. ഇത് ഗുരുവിനെ സ്വാധീനിച്ച ഏറ്റവും നല്ല കാവ്യഭാവനകളായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം നാം തിരിച്ചറിയേണ്ടത്, ഈ ആശാൻ ഇതിനു മുമ്പ് 907 മുതൽ അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുള്ള വിവിധ കാവ്യങ്ങൾ എടുത്താൽ അതെല്ലാം സാമൂഹ്യമായ പരിവർത്തനത്തിന് വേണ്ടി അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും വലിയ രൂപത്തിൽ ഉയർത്തിയ ആശയങ്ങൾ ആത്മസൗന്ദര്യത്തെക്കാൾ പ്രധാനം നമുക്ക് സാമൂഹ്യമായ മേന്മകളും അതോടൊപ്പം തന്നെ ആത്മീയമായ ചിന്തകൾ ഉയർത്തി സമൂഹത്തെ മുന്നോട്ട് നയിക്കലുമാണ്. അത് കൃത്യമായി അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീണപൂവിലായിരുന്നാലും സിംഹപ്രസവത്തിലായിരുന്നാലും നളിനിയിലായിരുന്നാലും ലീലയിലായിരുന്നാലും അതുപോലെ ചിന്താവിഷ്ടയായ സീതയിലായിരുന്നാലും കരുണയിലായിരുന്നാലും ദുരവസ്ഥയിലായിരുന്നാലും ചണ്ടാല വിഷ്ടിയിലായിരുന്നാലും എല്ലാം ഏത് കവിത എടുത്താലും കാണാൻ കഴിയും. അപ്പോൾ കുമാരനാശാൻ ഈ കാലഘട്ടത്തിലെല്ലാം വഹിച്ച ഒരു പങ്ക് അതിപ്രധാനമാണ്. ഗുരുവിനെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങൾ. ഗുരുവായിരുന്നു ആശാനെ വിദ്യാഭ്യാസത്തിന് ഡോക്ടർ പൽപ്പുവിൻ്റെ ഒരിക്കൽ യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ കൊണ്ടുപോയി ആക്കുന്നത്. അതിനുശേഷം പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം കൽക്കട്ടയിൽ പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. പിന്നീട് എല്ലാവർക്കും അറിയാവുന്ന പോലെ SNDPയുടെ പ്രഥമ സെക്രട്ടറിയായി ആശാനെ നിയോഗിക്കാനും ഗുരു മുൻകൈയെടുത്തത് ആശാൻ്റെ ഈ തരത്തിലുള്ള വീക്ഷണങ്ങളും ചിന്താഗതികളും അതിൻ്റെ പ്രായോഗിക രൂപങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയദാർഢ്യത്തോടുകൂടി നീക്കങ്ങളുമാണ്. അപ്പോൾ സാമൂഹ്യമായ ഒരു പരിവർത്തനത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള രചനകളാണോ നിർവഹിക്കേണ്ടതെല്ലാം ആ കാലഘട്ടത്തിൽ നിർവഹിച്ച നവോത്ഥാന കവികളിൽ അഗ്രഗണ്യനായ കുമാരനാശാൻ്റെ 180-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ശിവഗിരി തീർത്ഥാടനം നടക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും ഈ പ്രാവശ്യത്തെ ശിവഗിരി തീർത്ഥാടനത്തിലേക്ക് വരുമ്പോൾ ഈ ചരിത്ര സംഭവങ്ങളും എല്ലാമായി ബന്ധം, അദ്വൈതാശ്രമത്തിലെ ഏതാണ്ട് 100-ാം വാർഷികത്തിലേക്ക് വരുന്ന ഘട്ടവും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വർഷത്തിലേക്ക് വരുന്ന ഘട്ടവും അതോടൊപ്പം തന്നെ ചട്ടമ്പി സ്വാമികളുടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഇതെല്ലാം ചേർന്ന് നമ്മുടെ നാട്ടിൽ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് കളമൊരുക്കിയ സാഹചര്യത്തെ അനുസ്മരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ നവോത്ഥാനത്തിന് വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ആലുവ അദ്വൈതാശ്രമത്തിലെ സർവമത സമ്മേളനത്തിൻ്റെയും 100-ാം വാർഷികത്തിൻ്റെ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സംഘടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തീർത്ഥാടനം നടക്കുമ്പോൾ ഈ തീർത്ഥാടന കാലയളവിൽ ഗുരു മുന്നോട്ട് വെച്ച ആ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെല്ലാം യുക്തിഭദ്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെല്ലാം വ്യക്തിയെയും ആ വ്യക്തിയുടെ പൊതുജീവിതത്തെയും ആ പൊതുജീവിതം വഴി സാമൂഹ്യമായ മുന്നേറ്റത്തെയും ഉണർത്തുന്ന തരത്തിലുള്ള എല്ലാ വീക്ഷണങ്ങളുമായിരുന്നു അതിലടങ്ങിയിരുന്നത്. അത്തരത്തിലുള്ള ദർശനങ്ങൾക്ക് വർത്തമാന കാലഘട്ടത്തിൽ വലിയ രൂപത്തിലുള്ള പ്രാധാന്യമുള്ള സന്ദർഭമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആഗോളതലത്തിലായിരുന്നാലും ദേശീയ തലത്തിലായിരുന്നാലും. നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരപൂർവ്വ ഭാരതമെടുക്കുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ അന്യോന്യം അംഗക്കോഴികളെപ്പോലെ ആഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം വളർന്നു വരുന്ന ഒരു ഘട്ടമാണ്. നിശ്ചയമായും അത്തരം ഘട്ടങ്ങളിലെല്ലാം നമുക്കുയർത്തി മഹത്തായ ഒരു സന്ദേശം നമ്മുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരാം. ആ സന്ദേശം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അവിടെയാണ് എല്ലാ വിഭാഗീയ വിധ്വംസക ശിഥിലീകരണ വാസനകൾക്കെതിരെയും നാം ഒന്നാകണം, നന്നാവാൻ വേണ്ടി എന്നുള്ള ആശയം മുൻനിർത്തി ഗുരുവിൻ്റെ ദർശനങ്ങൾ, ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട 8 കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചത് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. അതിൽ കൃത്യമായി കൃഷിയെയും വ്യവസായത്തെയും സംഘടനയെയും വിദ്യാഭ്യാസത്തെയും ശുചിത്വത്തെയും അതുപോലെ ശാസ്ത്രബോധത്തെയും കൈത്തൊഴിലിനെയും എല്ലാം കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് ഗുരു ഈ തീർത്ഥാടനത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ആ കൃത്യമായ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഈ തീർത്ഥാടനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നെഞ്ചേറ്റിക്കൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരെ, വിഭാഗീയ വിധ്വംസക ശിഥിലീകരണ വാസനകൾക്കെതിരെ നമുക്ക് നിശ്ചയദാർഢ്യത്തോടുകൂടി രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുരക്ഷിക്കാൻ വേണ്ടി ഈ ശിവഗിരി തീർത്ഥാടനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തീർത്ഥാടന സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.